നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ വമ്പന്മാരായ ഫ്രാൻസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ബെൽജിയമാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ ഒരു മത്സരം നടക്കുക. ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരിനും പ്രശസ്തിക്കും ഒത്ത ഒരു പ്രകടനം ഇതുവരെ യൂറോ കപ്പിൽ ഉണ്ടായിട്ടില്ല. 3 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത്. 2 മത്സരങ്ങളിൽ അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. വിജയിച്ച മത്സരമാവട്ടെ സെൽഫ് ഗോളിന്റെ ആനുകൂല്യത്തിലായിരുന്നു അവർ വിജയിച്ചിരുന്നത്. 3 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 2 ഗോളുകൾ മാത്രമാണ് ഫ്രഞ്ച് ടീമിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ ഒരു കരകയറൽ അവർക്ക് ആവശ്യമാണ്. അതേസമയം ബെൽജിയവും മോശം പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ഒരു അട്ടിമറി തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പിന്നീട് റൊമാനിയയെ അവർ പരാജയപ്പെടുത്തി. പിന്നീട് ഉക്രൈനോട് അവർക്ക് ഗോൾ രഹിത സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 2 ടീമുകളും ആ ഒരു പ്രതീക്ഷക്കൊത്ത പ്രകടനം ഇതുവരെ നടത്തിയിട്ടില്ല. എന്നിരുന്നാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം 2 ടീമുകളും പുറത്തെടുക്കും എന്നുള്ളതാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഒരു സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മൈഗ്നൻ തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൂൾസ്കൂണ്ടെ, ഉപമക്കാനോ, വില്യം സാലിബ, തിയോ ഹെർണാണ്ടസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാൻഡെ, ഷുവാമെനി, റാബിയോട്ടി എന്നിവർ അണിനിരക്കും. മുന്നേറ്റ നിരയിൽ അന്റോൻ ഗ്രീസ്മാൻ തിരിച്ചെത്തും. കിലിയൻ എംബപ്പെ, മാർക്കസ് തുറാം എന്നിവരായിരിക്കും ഉണ്ടാവുക. നിലവിൽ ആർക്കും സസ്പെൻഷൻ ഒന്നുമില്ല. അതേസമയം ഡംബെലെ, എംബപ്പെ, റാബിയോട്ടി എന്നിവർ സൂക്ഷിക്കണം. കാരണം ഈ മത്സരത്തിൽ അവർക്ക് യെല്ലോ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത മത്സരം അവർക്ക് നഷ്ടമാകും. ബെൽജിയത്തിന്റെ 11 നമുക്കൊന്ന് നോക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കസീൽസ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ കസാനെ, ഫയസ്, വെർട്ടോങ്കൻ, തിയേറ്റെ എന്നിവരായിരിക്കും വരിക. മംഗാല, ഒനാന, ഡിബ്രൂയിനെ എന്നിവർ മധ്യനിരയിൽ വരും. അതുപോലെ തന്നെ ജെറമി ഡോക്കു, ലുക്കാക്കു, ലൂക്ക് ബാക്കിയോ എന്നിവരാണ് മുന്നേറ്റ നിരയിൽ വരിക. ഒരു മികച്ച നിര തന്നെ ബെൽജിയത്തിന് ഉണ്ടെങ്കിൽ പോലും അതിനോട് നീതി പുലർത്തുന്ന ഒരു പ്രകടനം അവർക്ക് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഫയസ്, മംഗാല, യൂറി ടിലമൻസ് എന്നിവർ സൂക്ഷിച്ച് കളിക്കേണ്ടതുണ്ട്. കാരണം യെല്ലോ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത മത്സരം അവർക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. ഏതായാലും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളവും ബെൽജിയം സംബന്ധിച്ചിടത്തോളവും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ കഴിയാത്ത ടീമുകളാണ് അവർ. പക്ഷെ ഇന്ന് അതെല്ലാം മാറി മറിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.